കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫെഡറലിസമാണ്. ഫെഡറലിസത്തിൽ ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ഭരണഘടന എപ്രകാരമാണ് വിവരിക്കുന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പ്രധാനമായിട്ടും ഭരണഘടനയുടെ 9ാമത്തെ ഷെഡ്യൂളിൽ അനുച്ഛേദം 245 മുതൽ 263 വരെയുള്ള വകുപ്പുകൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കും. ഭരണഘടനയുടെ 245 മുതൽ 263 വരെയുള്ള വകുപ്പുകളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. പ്രധാനം 3 തലത്തിലാണ് അതിനെ വർഗീകരിക്കുന്നത്. ഒന്ന്, നിയമനിർമ്മാണ ബന്ധങ്ങൾ; രണ്ടാമത്തത് ഭരണപരമായ ബന്ധങ്ങൾ; മൂന്നാമത്തത് ധനകാര്യ ബന്ധങ്ങൾ. അപ്പോൾ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ക്ലാസ് പഠിച്ചതാണ് എന്താണ് ഫെഡറലിസം എന്ന് പറയുന്നത്. എന്താണ്? ഒരേ സമയം സജീവമായ 2 ഗവൺമെൻറ്റുകളുള്ള ഒരു രാജ്യം. ഇന്ത്യൻ ഭരണഘടന എവിടെയും ഫെഡറലിസം എന്ന പദം ഉപയോഗിച്ചിട്ടില്ല എന്നും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന 245 to 263 വരെയുള്ള വകുപ്പുകളിൽ ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന 3 തരത്തിലാണ് വർഗീകരിച്ചത്. ഒന്ന്, നിയമനിർമ്മാണപരമായിട്ടുള്ള ബന്ധങ്ങൾ; രണ്ടാമത്തത് ഭരണപരമായ ബന്ധങ്ങൾ; മൂന്നാമത്തത് ധനകാര്യപരമായ ബന്ധങ്ങൾ. ഒന്നാമത്തത് ലെജിസ്ലേറ്റീവ് റിലേഷൻസ്, നിയമനിർമ്മാണപരമായ ബന്ധങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 11 അധ്യായം 1 അനുച്ഛേദം 245 to 255 കേന്ദ്ര സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ ബന്ധങ്ങളുടെ വിതരണമാണ് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 245 പ്രകാരം രാജ്യത്തിനാകമാനമോ പ്രത്യേക പ്രദേശത്തിനു വേണ്ടിയോ നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുമ്പോൾ സംസ്ഥാനത്തിനാകമാനമോ അവിടുത്തെ ഏതെങ്കിലും പ്രദേശത്തിനു വേണ്ടി മാത്രമോ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കും കഴിയും. എന്നാൽ ഇത്തരം നിയമനിർമ്മാണങ്ങളെല്ലാം തന്നെ ഭരണഘടനയിൽ പറയുന്ന പ്രകാരം മാത്രമേ സാധ്യമാവൂ. ഭരണഘടനയെ പ്രതിപാദിക്കുന്ന രൂപത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു പ്രത്യേക പ്രദേശത്തിന് വേണ്ടിയിട്ടോ രാജ്യത്തിന് മൊത്തത്തിന് വേണ്ടിയിട്ടോ നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നത് പോലെ തന്നെ സംസ്ഥാനത്തിന് മൊത്തത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് അകത്തുള്ള ഏതെങ്കിലും പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടോ ഭരണഘടനാപരമായിട്ട് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ഉണ്ട് എന്നാണ് അനുച്ഛേദം 245 ഒന്നാമത്തെ വിഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 246 ഉറപ്പ് നൽകുന്ന ചില അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ്? 246 ഷെഡ്യൂൾ 7 1-ാം ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഷെഡ്യൂൾ 7 1-ാം ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ളത്. അനുച്ഛേദം 246 പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലെ 7-ാം ഷെഡ്യൂളിലുള്ള 2-ാം ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും അധികാരമുണ്ട്. 3-ാമത്തെ അനുച്ഛേദം പറയുന്നത് അതാണ് അനുച്ഛേദം 3-ാമത്തത് 246 പറയുന്നതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഷെഡ്യൂൾ 7 ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ലിസ്റ്റ് 3 ഉൾപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും മേലും നിയമനിർമ്മാണം നടത്താൻ അധികാരമുണ്ട്. നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിനും സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കും അധികാരം നൽകുന്നുണ്ട്. അപ്പോൾ 246 1-ാം ഷെഡ്യൂൾ 7-ാം ലിസ്റ്റിൽപ്പെട്ട 7-ാം പട്ടികയിൽപ്പെട്ട 1-ാം പറഞ്ഞാൽ ഇവിടെ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിയമനിർമ്മാണം നടത്തുക കേന്ദ്ര ഗവൺമെൻറ്റാണ്. രണ്ടാമത്തത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള 3-ാമത്തെ വിഭാഗമായിട്ടുള്ള കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും ഒരുപോലെയുണ്ട്. അതുപോലെ തന്നെ അനുച്ഛേദം 246 4-ാം വിഭാഗത്തിൽ മുകളിൽ പ്രസ്താവിച്ച 3 വിഷയങ്ങളിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ അത്തരം വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ 3 ലിസ്റ്റിലും പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പിൽക്കാലത്ത് വരികയാണെങ്കിൽ അത്തരം നിയമനിർമ്മാണം നടത്താൻ അത്തരം വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ഇന്ത്യയുടെ പാർലമെൻറ്റിനാണ്, യൂണിയൻ ഗവൺമെൻറ്റിനാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. ഉദാഹരണം സൈബർ ക്രൈമുകളൊക്കെ അന്വേഷിക്കുന്നതും അതിനുള്ള കുറ്റവിചാരണകൾ നടത്തുന്നതെല്ലാം യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. ഇനി യൂണിയൻ ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം 100 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യൂണിയൻ ലിസ്റ്റ്. 99 വിഷയങ്ങൾ ഉൾപ്പെട്ടിരുന്ന യൂണിയൻ ലിസ്റ്റ് അഥവാ കേന്ദ്ര ലിസ്റ്റ് 3-ലും ഏറ്റവും വലുത് രാഷ്ട്രത്തിനാകമാനം ബാധകമായ നിയമനിർമ്മാണം നടത്തുവാൻ കേന്ദ്രത്തിന് അഥവാ പാർലമെൻറ്റിന് മാത്രമാണ് അധികാരം ഉള്ളത്.
അനുച്ഛേദം 245 ഇത്തരം കാര്യമാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ആകമാനം നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം 99 വിഷയങ്ങളിൽ സമ്പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നൽകുന്നു. അതാണ് 245 1-ാം ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പാർലമെൻറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ആകമാനം പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതിലുള്ളത്. ഇവ പ്രധാനമായും പ്രതിരോധം, റെയിൽവേ, വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതികം, നാണയവിനിമയം, ബാങ്കിങ്, ഇൻഷുറൻസ്, തിരഞ്ഞെടുപ്പ്, ആണവോർജ്ജങ്ങളും യുദ്ധവും, ആയുധ ഉടമ്പടികളും തുടങ്ങി ജനസംഖ്യാ കണക്കെടുപ്പ്, തപാല്, ടെലിവിഷൻ, റേഡിയോ പ്രക്ഷേപങ്ങൾ, പാസ്പോർട്ട്, വിസകൾ, കപ്പൽ ഗതാഗതം, വ്യോമഗതാഗതം വഴി, അതുപോലെ തന്നെ വായു സഞ്ചാരം, വിദേശ കടങ്ങൾ, റിസർവ് ബാങ്ക്, വിദേശ വ്യാപാര വാണിജ്യം തുടങ്ങി നിരവധി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് മാത്രം ഇടപെടാൻ പറ്റുന്നതാണ് വിദേശകാര്യ ബന്ധത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട്, വിസകൾ, കപ്പൽ ഗതാഗതം, റെയിൽവേ, നമ്മുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നത് യൂണിയൻ ലിസ്റ്റിന് ബന്ധിതമായിട്ടാണ്. അഖിലേന്ത്യാ സർവീസ്, വരുമാന നികുതി, പൗരത്വം, അന്തർദേശീയ വ്യാപാര വാണിജ്യ കരാറുകളൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ യൂണിയൻ ലിസ്റ്റ് പ്രകാരമായിരിക്കും, യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കും. രണ്ടാമത് സ്റ്റേറ്റ് ലിസ്റ്റ്. ഏകദേശം 60 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമാകുന്ന 61 വിഷയങ്ങൾ, മുമ്പ് 66 വിഷയങ്ങളുണ്ടായിരുന്നു. സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് അവസരം നൽകുന്ന സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിൽ ചില സന്ദർഭങ്ങൾ മാത്രം പാർലമെൻറ്റ് നിയമനിർമ്മാണം നടത്തുന്നു. ചില സന്ദർഭങ്ങളിൽ പാർലമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ പാർലമെൻറ്റിന് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളിലും നിയമനിർമ്മാണം നടത്താൻ അധികാരമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലെ 61 വിഷയങ്ങളിലാണ് സംസ്ഥാന ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തുന്നത്. അതിൽ തന്നെ വേണമെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാനുള്ള അവകാശം കിട്ടും. ഇതിനായി രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷത്തോടു കൂടി പ്രമേയം പാസ്സാക്കേണ്ടത് ആവശ്യമുണ്ട്. അനുച്ഛേദം 251 പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നു. അനുച്ഛേദം 252 പ്രകാരം 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ സംസ്ഥാന വിഷയങ്ങൾ നിയമനിർമ്മാണത്തിന് കേന്ദ്രത്തിന് അധികാരമുണ്ട്. 253 പ്രകാരം ഇന്ത്യയിൽ എവിടെയും ബാധകമായ രീതിയിൽ അയൽ രാജ്യങ്ങളുമായോ മറ്റു രാജ്യങ്ങളുമായോ ഉടമ്പടികൾ, സന്ധികൾ എന്നിവ അന്തർദേശീയ സമ്മേളനങ്ങളിലോ സംഘടനകളിലോ വെച്ച് നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെടുന്ന പ്രധാന വിഷയങ്ങളാണ് ക്രമസമാധാന പാലനം, പോലീസ്, ആരോഗ്യം, ഗതാഗതം, ഭൂനിയമം, സംസ്ഥാന വൈദ്യുതി, ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതല. ചുരുക്കത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ 61 വിഷയങ്ങളുണ്ടെങ്കിലും ആ 61 വിഷയങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കൈകടത്താൻ പറ്റും, നിയമനിർമ്മാണം നടത്താൻ പറ്റും. അതിനൊന്ന് പറയുന്ന 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, അതുപോലെ തന്നെ രാജ്യസഭയിൽ 2/3 ഭൂരിപക്ഷത്തോടു കൂടിയ പ്രമേയം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് ക്രമസമാധാന പാലനം, പോലീസ്, ആരോഗ്യം, ഗതാഗതം എന്നിവയാണ്. അടുത്ത മൂന്നാമത്തത് കൺകറൻറ്റ് ലിസ്റ്റാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. 52 വിഷയങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 47 വിഷയങ്ങളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഒരുപോലെ നിയമനിർമ്മാണ അധികാരമുള്ള ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നിയമനിർമ്മാണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാർക്ക് തുല്യ പ്രാധാന്യമുണ്ട്. ഇത് നിയമനിർമ്മാണ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അഭിപ്രായ ഭിന്നത വന്നാൽ കേന്ദ്രത്തിൻ്റെ വാക്കായിരിക്കും പ്രാധാന്യം. അപ്പോൾ ഒരേ ലിസ്റ്റിൽ ഒരേ വിഷയങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്താം. എന്തെങ്കിലും കാരണവശാൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉയർന്നു വന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ അവസാനമായിട്ട് സ്വീകരിക്കുന്ന വാക്കെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായിരിക്കും. കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിന്മേൽ സംസ്ഥാന നിയമനിർമ്മാണം നടത്തുമ്പോൾ നിലവിലെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് പ്രവർത്തിക്കണം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മുകളിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ ഈ കൺകറൻറ്റ് ലിസ്റ്റ് ഇടയാക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അഭിപ്രായ വ്യത്യാസത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനൊപ്പമായിരിക്കും ഭരണഘടന നീങ്ങേണ്ടത് എന്നാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ പറയുന്നത്. കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ: 1. വിദ്യാഭ്യാസം, വിവാഹവും വിവാഹമോചനവും സംബന്ധിച്ചവ, കൃഷി ഭൂമി ഒഴികെയുള്ള ഭൂമിയുടെ ക്രയവിക്രയം, ഉടമ്പടികൾ,
സിവിൽ നടപടിക്രമങ്ങൾ, കോടതി അലക്ഷ്യം, മയക്കുമരുന്നുകളും വിഷവസ്തുക്കളും, സാമ്പത്തിക സാമൂഹിക ആസൂത്രണം, തൊഴിൽ സംഘടനകൾ, തൊഴിലാളി ക്ഷേമം, വൈദ്യുതി, മാസികകൾ, പുസ്തകങ്ങളും അച്ചടികളും, മുദ്രപേപ്പറുകളും തുടങ്ങിയ നിരവധി വകുപ്പുകൾ തുടങ്ങിയ 47ഓളം വകുപ്പുകൾ കൺകറൻറ്റ് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർക്കും ഒരുപോലെ നിയമനിർമ്മാണം നടത്താം. അഭിപ്രായ വ്യത്യാസമുണ്ടാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് അത് പോവും. അതിന് യാതൊരു തടസ്സവും നിൽക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. റെസിഡ്വറി പവേഴ്സ്. റെസിഡ്വറി അധികാരം കൊണ്ടർത്ഥമാക്കുന്നത് 3 വിഷയങ്ങളിലും കേന്ദ്ര സ്റ്റേറ്റ് കൺകറൻറ്റ് ലിസ്റ്റുകൾ പറയാത്ത വിഷയങ്ങളിന്മേലുള്ള അധികാരം എന്നാണ്. അനുച്ഛേദം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 248 പ്രകാരം ഭരണഘടന റെസിഡ്വറി അധികാരങ്ങൾ പാർലമെൻറ്റിന് നൽകുന്നു. ഇത്തരം അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ് 3 ലിസ്റ്റുകളിലും പറയാത്ത ഏതെങ്കിലും മേഖലകൾ നികുതികൾ ചുമത്തുന്നതിന് പാർലമെൻറ്റ് അധികാരം നൽകുന്നത്. അപ്പോൾ 3 ലിസ്റ്റിലും പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത് റെസിഡ്വറി പവേഴ്സ് എന്ന് പറയുന്നത്. ആ പവറിന് ഉപയോഗിച്ചുകൊണ്ട് അത്തരം മേഖലകളിൽ നികുതി ചുമത്താനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248 അധികാരം നൽകുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരം ലഘൂകരിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നതിനോട് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് റെസിഡ്വറി പവർ. പ്രാതിനിധ്യ നിർമ്മാണം, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. ഭരണഘടനാ നിർദ്ദേശപ്രകാരം പാർലമെൻറ്റിന് നിയമനിർമ്മാണ അധികാരങ്ങൾ മറ്റ് ചില വ്യക്തികൾക്കോ ഘടകങ്ങൾക്കോ കൈമാറാവുന്നതാണ്. ഇതിനെ പ്രാതിനിധ്യ നിയമനിർമ്മാണം എന്നറിയപ്പെടുന്നു. ഇത്തരത്തിൽ വ്യക്തികളുടെയോ ഘടകങ്ങളുടെയോ ഏൽപ്പിക്കുക വഴി നിർമ്മിക്കപ്പെടുന്ന നയങ്ങളെ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. നയങ്ങളെ നിയമം എന്ന പേര് എനാബിളിംഗ് ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം ഉത്തരവുകൾ ബൈലോകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇതിനെന്താ പറയുന്നത്? ഉത്തരവുകളെന്നും ബൈലോകൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രാതിനിധ്യ നിയമനിർമ്മാണം ഏറി വരുന്നതായി കാണാൻ സാധിക്കും. അതിനുള്ള പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രാതിനിധ്യ നിയമനിർമ്മാണം എന്ന് പറയുന്നതാണ് ഗവൺമെൻറ് ഏതെങ്കിലും വ്യക്തികളെയോ സംഘടനകളെയോ ഏൽപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്രാതിനിധ്യ നിയമനിർമ്മാണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് പൊതുവെ കാണപ്പെടുന്ന ഒന്നാണിത് ദ എനേബിളിംഗ് ആക്ട് എന്നറിയപ്പെടുന്ന സിസ്റ്റം. ഉത്തരവുകളായിട്ടും ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കാത്തതാണ്. മറ്റൊന്ന്, സാങ്കേതിക അനുഭവത്തിൻ്റെ അഭാവം. മൂന്നാമത്തത്, രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ അനുഭവ പരിജ്ഞാനം. പരീക്ഷണാവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തൽ, അടിയന്തരമായ നിയമനിർമ്മാണം ആവശ്യം തുടങ്ങിയവയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പാർലമെൻറ്റ് അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്നാമത് കൂടുതൽ സമയമില്ല എന്നുള്ള പ്രശ്നം. എന്താണ്? സാങ്കേതിക അനുഭവങ്ങളുടെ അഭാവം. മൂന്നാമത്തത്, രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ അനുഭവജ്ഞാനം. നല്ല രാഷ്ട്രീയ പൊളിറ്റിക്കൽ വിദ്യാഭ്യാസം ആളുകളോട് നിയമം ഉണ്ടാക്കാൻ വേണ്ടി പറയാം. അതുപോലെ തന്നെ പരീക്ഷണാവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരു ചെറിയ പരീക്ഷണം എന്നുള്ള രൂപത്തിൽ അങ്ങനെ ഒരു നിയമം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് അടിയന്തര നിയമനിർമ്മാണം ആവശ്യമായി വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ആ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളിൽ നിന്നും പാർലമെൻറ്റിന് വിവരം ശേഖരിക്കേണ്ടതായിട്ട് വരുന്നു. ഇത്തരം നിയമനിർമ്മാണത്തെ പറയുന്ന പേരാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അവർ തമ്മിലുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഏകീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രണ്ട് മേഖലകളിലും കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത ആശയങ്ങളിൽ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ സർവ്വസാധാരണമാണ്. ഇവിടെ നമുക്ക് പറയാനുള്ളത് കേന്ദ്ര സംസ്ഥാന ഭരണത്തിൽ മികച്ച രീതിയിലുള്ള പരസ്പര ധാരണയും സഹകരണവും ഫെഡറൽ സംവിധാനത്തിലെ സ്ഥിരതയ്ക്കും വിജയത്തിനും ആവശ്യമാണ്. എന്നാൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനത് സാരമായിട്ട് ബാധിക്കും. ഇവ തമ്മിൽ പൊരുത്തപ്പെടുകൾ സംഭവിക്കുന്ന ഫെഡറൽ സംവിധാനത്തെ തകർച്ചയ്ക്ക് നിദാനമാണ്. ഇത് മനസ്സിലാക്കിയ ഭരണഘടനാ നിർമ്മാതാക്കൾ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിന് വിശദമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 256 മുതൽ 63 വരെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തമായ നിർദ്ദേശം നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകൾ ഇടപെടാനുള്ള അവസരം നൽകുന്നത് ആണ് ഭരണഘടനയുടെ അനുച്ഛേദം 256, 257, 365 എന്നിവ. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിന്, കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങളുടെ ഭരണകാര്യങ്ങൾ ഇടപെടാനുള്ള അവസരം നൽകുന്നതാണ്. ഇതൊക്കെ ആർട്ടിക്കിളാണ്. ഇതൊക്കെ 1, 256, 257, അതുപോലെ തന്നെ
365 എന്നിവ പ്രകാരം ഏറ്റവും കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടാനും സംസ്ഥാന ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കാനുമുള്ള അധികാരം പാർലമെൻറ്റ് നൽകുന്നു. അപ്പോൾ 286, 257, 365 പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങൾക്ക് ആവശ്യ കാര്യങ്ങൾ നിർദ്ദേശം നൽകാം. കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങൾ ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിർദ്ദേശം നൽകാൻ പറ്റും. സംസ്ഥാനങ്ങളിലെ കാര്യനിർവഹണ അധികാരങ്ങളിൽ പ്രാതിനിധ്യം നേടിയെടുക്കാം. അതിനാണ് ഗവർണറെ നിയമിക്കുന്നത്. അഖിലേന്ത്യാ സർവീസ് IAS IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങളിൽ അവരുടെ അധികാരം ഉറപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. മറ്റൊന്ന് അന്തർസംസ്ഥാന പരിശോധനാ സംവിധാനം, ധനസഹായങ്ങൾ, അടിയന്തരാവസ്ഥ തുടങ്ങിയൊക്കെ എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മുകളിൽ ഇടപെടാനുള്ള അവസരങ്ങളാണ്. അപ്പം 286, 287, 365 ആർട്ടിക്കിൾ പ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മുകളിൽ എങ്ങനെയൊക്കെ ഇടപെടാൻ പറ്റും? ഒന്ന്, കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് ആവശ്യകാര്യങ്ങൾ നിർദ്ദേശം നൽകിക്കൊണ്ട് അങ്ങനെ. അതുപോലെ രണ്ടാമത്തെ, സംസ്ഥാന കാര്യനിർവഹണ അധികാരങ്ങളിൽ പ്രാതിനിധ്യം നേടിയെടുക്കാം ഗവർണർമാരുടെ ഇടപെടലിലൂടെ. അഖിലേന്ത്യാ സർവീസ് IPS IAS ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിലൂടെ. അതുപോലെ തന്നെ അഖിലേന്ത്യാ സർവീസ് കഴിഞ്ഞാൽ അടുത്തത് അന്തർ സംസ്ഥാന പരിശോധനാ സംവിധാനങ്ങളിലൂടെ. അതുപോലെ തന്നെ ധനസഹായങ്ങൾ നൽകുന്നതിലൂടെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെയൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മുകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വളരെ വ്യക്തമായ രൂപത്തിൽ ഇടപെടാൻ ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകുന്നു. സംസ്ഥാനങ്ങൾക്ക് മേൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ഭരണഘടന അനുച്ഛേദം 251 പ്രകാരം കേന്ദ്ര കാര്യനിർവഹണത്തെ ബാധിക്കാത്ത തരത്തിൽ സംസ്ഥാന തലത്തിലുള്ള കാര്യനിർവഹണം നടത്താവുന്നതാണ്. അതേസമയം കേന്ദ്ര ഗവൺമെൻറ്റിന് ആവശ്യമെന്ന് തോന്നിയാൽ ഏതൊരു പ്രത്യേക കാരണത്തിന് വേണ്ടിയും അവർക്ക് സംസ്ഥാന ഗവൺമെൻറ്റിന് നിർദ്ദേശം നൽകാൻ പറ്റും. അനുച്ഛേദം 286 മറ്റൊന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് കാര്യനിർവഹണ അധികാരം പാർലമെൻറ്റ് നടപ്പാക്കിയ ഒരു നിയമത്തിനെതിരായും സംസ്ഥാനത്തിനുള്ള ഏതെങ്കിലും നിയമത്തിനെതിരായും എന്ത് ചെയ്യാൻ പാടില്ല, എതിരായും ഭാവിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ തോന്നുന്ന പോലെയൊന്നും കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ ഇടപെടാൻ പറ്റില്ല. ചില ശക്തമായ നിയന്ത്രണങ്ങൾ 251 ആർട്ടിക്കിളും 256 ആർട്ടിക്കിളും നൽകുന്നുണ്ടെങ്കിലും ആവശ്യഘട്ടത്തിൽ ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇടപെടാൻ പറ്റും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ് വേണ്ടെന്ന് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. ഉദാഹരണമായിട്ട് ദേശീയമോ സൈനികമോ ആയ പ്രാധാന്യമുള്ള വാർത്താവിനിമയ ഉപാധികളുടെ നിർമ്മാണവും നിയന്ത്രണവും, റെയിൽവേയുടെ സംരക്ഷണം മുതലായവ, അതുപോലെ തന്നെ റോഡുകൾ, ജലഗതാഗത മാർഗ്ഗങ്ങൾ എന്നിവയെ ദേശീയപാതകൾ, ജലദേശീയപാതകൾ എന്നിങ്ങനെ തരംതിരിക്കാനൊക്കെ പാർലമെൻറ്റിന് അധികാരമുണ്ട്. കേന്ദ്ര ആവശ്യങ്ങൾക്ക് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ ദൈനംദിന ചിലവുകൾ നൽകി നടക്കേണ്ടത് അത് സംസ്ഥാനങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ വീഴ്ച വരുത്തുന്ന സംസ്ഥാനങ്ങളുടെ മേൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള അധികാരവും ഭരണഘടന നൽകുന്നുണ്ട്. 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെൻറ്റ് നിർദ്ദേശമനുസരിച്ച് കേന്ദ്രത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? സംസ്ഥാനങ്ങൾക്ക് മുകളിൽ ക്രമസമാധാന പാലനത്തിനായി കേന്ദ്രസേനയെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് പറയും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ട സമയത്തൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഉപദേശിക്കാൻ പറ്റും. അതുപോലെ തന്നെ റോഡുകളുടെ ഗതാഗത മാർഗ്ഗത്തിന് വാർത്താവിനിമയ മാധ്യമത്തിൻ്റെയും എല്ലാം ശക്തമായ നിയന്ത്രണങ്ങൾ കൈയാളിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും. അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്, സിവിൽ സർവീസിനെ കുറിച്ച് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നതാണ് കേരള സംസ്ഥാന സർവീസുകൾക്ക് പുറമെ ഇന്ത്യൻ ഫെഡറൽ സംവിധാനം അഖിലേന്ത്യാ സർവീസുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര സർവീസിൻ്റെ രൂപത്തിൽ കേരളത്തിലെ സിവിൽ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കേന്ദ്രത്തിലുമുണ്ട്. അപ്പോൾ ഉന്നതമായ ജോലികളൊക്കെ ഐക്യത കൊണ്ടുവരാനും ഉയർന്ന ഗുണനിലവാരം നിലനിർത്താനും കേന്ദ്ര സംസ്ഥാന തലത്തിൽ പങ്കാളിത്തം കേന്ദ്രത്തിൽ നിന്ന് കൈക്കൊള്ളുന്ന പ്രാദേശിക പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്ര ഗവൺമെൻറ് ഓരോ സംസ്ഥാനങ്ങളും നിയമിക്കുന്നുണ്ട്. അഖിലേന്ത്യാ ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വേണ്ടി ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നവരും സംസ്ഥാനങ്ങളിലെ ഉന്നത പദവി വഹിക്കുന്നവരുമാണ്. എന്നാൽ ഇവരെ നിയമിക്കുന്നതും സ്ഥിരപ്പെടുത്തുന്നതും കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ സംസ്ഥാനത്തിനകത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നിയമിക്കുന്നതും സ്ഥിരപ്പെടുത്തുന്നതും ആരായിരിക്കും? കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും. പക്ഷേ അവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൽ നിന്ന് മാത്രമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ എന്താണ്
ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്ര സംസ്ഥാന ഭരണകാര്യങ്ങൾ ഇടപെടാൻ ചെയ്യുന്നു. എന്നാൽ ഈ ഉദ്യോഗസ്ഥന്മാരിലൂടെ എങ്ങനെ നിയമിക്കപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്രത്തിന് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭരണത്തിൽ ഇടപെടാൻ കഴിയും. പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ഭരണഘടനാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അനുച്ഛേദം 312 പ്രകാരം 3/2 ഭൂരിപക്ഷത്തോടെ രാജ്യസഭ പുറപ്പെടുവിക്കുന്ന പ്രമേയ പ്രകാരം രാജ്യതാൽപര്യാർത്ഥം അഖിലേന്ത്യാ സർവീസുകൾക്ക് ആരംഭിക്കാവുന്നതാണ്. നമ്മളിവിടെയൊക്കെ പറയുന്നത് എന്താണ്? സംസ്ഥാന ബന്ധത്തിൽ ലോകസഭയെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, പകരം ആരെ ഉൾപ്പെടുത്തുന്നുള്ളൂ? രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷം. രണ്ടാമത്തെ വട്ടം നമ്മൾ പറയുന്നത് അല്ലേ, രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങൾ ഇടപെടാം എന്ന് പറയാനുള്ള കാരണം, രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാനങ്ങളുടെ സഭയാണ്. സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ് രാജ്യസഭയിലുള്ളത്. ഇതുകൊണ്ട് തന്നെ എന്താണ്, രാജ്യസഭയുടെ അംഗീകാരമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഭരണകാര്യങ്ങളിൽ ശക്തമായി ഇടപെടാൻ കഴിയും. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് ശരിക്കും എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റുമാരായിട്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭരണത്തിൽ ഇടപെടാൻ അവർക്ക് സഹായിക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന പരിശോധനാ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയുടെ അനുച്ഛേദം 262 പ്രകാരം അന്തർ സംസ്ഥാന തർക്കങ്ങളിൽ ഉപദേശങ്ങൾ നൽകാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തർ സംസ്ഥാന തർക്കങ്ങൾ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഉപദേശം നൽകാൻ ഒരു ഉപദേശിയായിട്ട് ആർക്ക് നിലകൊള്ളാൻ പറ്റും? പ്രസിഡന്റിന് നിലകൊള്ളാൻ പറ്റും. അന്തർ സംസ്ഥാന തർക്ക സമിതി രൂപീകരിക്കുന്നതാണ്. തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കണ്ടെത്തി രാഷ്ട്രപതിക്ക് സമർപ്പിക്കാനാണ് ഇത്തരം സമിതികളെ നിർണ്ണയിക്കുന്നത്. അനുച്ഛേദം 262 പ്രകാരം അന്തർ സംസ്ഥാന നദീതർക്കങ്ങൾ, താഴ്വരകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ എന്നിവ പ്രസിഡന്റിന് പരിഹരിക്കാവുന്നതാണ്. സുപ്രീം കോടതിക്കോ ഏതെങ്കിലും ഹൈക്കോടതിക്കോ ഇത്തരം കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരു സമിതിയെ നിയോഗിക്കാനും ആ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം അതിന് തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ്. സംസ്ഥാനങ്ങൾക്കുള്ള ധനവിഹിതം സഹായമൊക്കെ നൽകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കും ഉപാധികൾക്കും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ സംസ്ഥാനങ്ങൾക്ക് ധനസഹായങ്ങൾ നൽകുകയുള്ളൂ. ലംഘനമുണ്ടായാൽ തന്നെ തന്ന വിഹിതം കുറയ്ക്കാനോ പിൻവലിക്കാനോ കേന്ദ്രത്തിന് അധികാരമുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ധനവിഹിതം കൊടുക്കുള്ളൂ. അപ്പോൾ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് മുഴുവൻ നൽകണമെന്നൊന്നുമില്ല. പകരം എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നതനുസരിച്ച് കിട്ടുള്ളൂ. എന്തെങ്കിലും അപാകതകൾ ആ മേഖലയിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കൊടുത്ത വിഹിതം കുറവ് വരുത്താനോ പിൻവലിക്കാനോ ഉള്ള പൂർണ്ണമായ അധികാരം കേന്ദ്ര ഗവൺമെൻറ് നിക്ഷിപ്തമാണ്. സംസ്ഥാനങ്ങൾക്ക് ധനവിഹിതം നൽകുക. അടുത്തത് അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് സംസ്ഥാന ഭരണങ്ങൾ രാഷ്ട്രപതിയുടെ ഇടപെടൽ സർവ്വസാധാരണമാണ്. ഈ കാലയളവിൽ സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങളിന്മേലുള്ള നിയമനിർമ്മാണാധികാരം പാർലമെൻറ്റിന് കിട്ടും. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം ചുരുങ്ങി യൂണിറ്ററി സംവിധാനമായിട്ട് മാറും. ഇത്തരത്തിൽ ഭരണമണ്ഡലത്തിൽ കേന്ദ്രത്തിന് ഒരു സുപ്രധാന സ്ഥാനമുണ്ടെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തിനകത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നാമമാത്രമാവുകയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരങ്ങൾ മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാവുകയും ചെയ്യും. ആ സന്ദർഭങ്ങളിൽ സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ മുകളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭിക്കും. ഇത്തരത്തിൽ ഭരണമണ്ഡലത്തിൽ എന്താണ്? കേന്ദ്രത്തിന് ഒരു സുപ്രധാനമായ സ്ഥാനം ഉണ്ടാവുകയും ചെയ്യും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ചുരുങ്ങും. ഫെഡറലിസം എന്ന ഒരു വ്യവസ്ഥ ഇല്ലാതാവുകയും പകരം യൂണിറ്ററി സിസ്റ്റത്തിലേക്ക് രാജ്യം എത്തപ്പെടുകയും ചെയ്യും. കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള ധനകാര്യ ബന്ധങ്ങൾ, സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ, ഫെഡറൽ സംവിധാനത്തിൽ ഏറ്റവും പ്രശ്നസങ്കീർണമായ ഒന്നാണ് ധനവിഹിതം. ഈ അടുത്ത കാലത്ത് കോവിഡാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് ഏകദേശം 1200 കോടി വീതം അല്ലെങ്കിൽ 1200 കോടിയോളം രൂപ സംസ്ഥാനങ്ങൾക്ക് ധനസഹായം നൽകിയ സമയത്ത് പല സംസ്ഥാനങ്ങൾക്കും വിഹിതം കുറഞ്ഞുപോയി. ഏകദേശം 200 കോടി ആണ് കേരളത്തിന് ലഭിച്ചത്. അപ്പോൾ കേരളവും കേന്ദ്ര സംസ്ഥാനം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടായതായിട്ട് ഈ സമയത്ത്. അപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു പ്രധാന പ്രശ്നം ഇത് നിരന്തരമായിട്ട് പല സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിൽ സാമ്പത്തിക വിതരണത്തിലൊരു അസന്തുലിതാവസ്ഥ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ കാണുന്നു. തമ്മിലുള്ള അനൈക്യത്തിന് പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഭരണഘടന വ്യക്തവും സമഗ്രവുമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
ഭരണഘടനയുടെ 268 മുതൽ 281 വരെയുള്ള ഭാഗങ്ങൾ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക വിഷയങ്ങളാണ് പറയുന്നത്. ഭരണതലത്തിലുള്ള കേന്ദ്രീകരണം പോലെ തന്നെ സാമ്പത്തിക രംഗത്ത് കാണാൻ കഴിയുന്നു. കൂടുതൽ സാമ്പത്തിക വിഭവങ്ങൾ കേന്ദ്രം കൈപ്പിടിയിൽ വെക്കുമ്പോൾ ക്ഷേമ പദ്ധതികളെല്ലാം സംസ്ഥാനങ്ങളാണ് നടപ്പിലാക്കേണ്ടത് വരുന്നത്. കൂടാതെ കേന്ദ്രത്തിലെ ധനസഹായത്തെ ആശ്രയിച്ചാണ് സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടി വരുന്നത്. ധനകാര്യ കമ്മീഷനുകൾ നൽകുന്ന ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ധനസഹായം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയ്ക്കനുസരിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ധനസഹായം നൽകുന്നത്. അപ്പോൾ സമ്പത്തും പരിപൂർണമായിട്ടും രാജ്യത്തെ സമ്പത്ത് പരിപൂർണമായിട്ടും കൈയടക്കി വെച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. എന്നാൽ രാജ്യത്തിനകത്തുള്ള ക്ഷേമ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ആവശ്യാനുസരണം ഫണ്ട് നൽകിയിട്ടില്ലെങ്കിൽ അത് രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാവുന്നു. സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക വിഹിതം കണക്കാക്കുന്നതിൽ നിർദ്ദേശം സമർപ്പിക്കാൻ ധനകാര്യ കമ്മീഷൻ ഉണ്ട്. ഈ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നിട്ട് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ നിർവചിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. ഭരണഘടനയുടെ 280 വകുപ്പ് പ്രകാരം രാഷ്ട്രപതിക്ക് വേണ്ടുന്ന ധനകാര്യ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. അപ്പോൾ ധനകാര്യ കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്, സംസ്ഥാനങ്ങൾക്ക് വേണ്ട പണവിഹിതം എത്രയാണ്, ധനവിഹിതം എത്രയാണ് തീരുമാനിക്കുന്നതും അത് ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ധനകാര്യ കമ്മീഷനാണ്. ഒന്ന്, കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള നികുതി വരുമാനത്തെ കണക്കിലാക്കി സമർപ്പിക്കുക, എത്രമാത്രം നികുതി വരുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. രണ്ടാമത്തത്, ഇന്ത്യയുടെ ആകെ വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക വിഹിതത്തെ കണക്കാക്കി നൽകുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നതൊക്കെ ധനകാര്യ കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഒന്ന്, കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള നികുതി വരുമാനത്തെ കണക്കാക്കി റിപ്പോർട്ട് സമർപ്പിക്കുക രാഷ്ട്രപതിക്ക് കേട്ടോ. ഇന്ത്യയുടെ ആകെ വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക വിഹിതത്തെ കണക്കാക്കി നൽകുക. മൂന്നാമത്തത്, രാജ്യത്തിൻ്റെ സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുക എന്നിവയാണ് ധനകാര്യ കമ്മീഷൻ്റെ ചുമതല. സാമ്പത്തിക വിതരണ പദ്ധതിയും ധനമാർഗങ്ങളും. ഒന്നാമത്തത്, കേന്ദ്രത്തിൻ്റെ ധനാഗമന മാർഗം, ധനം ശേഖരിക്കാനുള്ള മാർഗം. കറൻസി, നാണയനിർമ്മാണം, വിദേശ നാണ്യവിനിമയം, പുകയില ഉൽപ്പന്നങ്ങളുടെ നികുതി, വിദേശ കടങ്ങൾ, കാർഷികേതര ഭൂമികൾക്കുള്ള നികുതി, റെയിൽവേ, റിസർവ് ബാങ്ക്, പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ്, ടെലിഫോൺ, ദൂരദർശൻ പ്രക്ഷേപണം, പൊതുകടം, ഓഹരി വിപണി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലോട്ടറി മുതലായവയിൽ നിന്നുമുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ധനാഗമ മാർഗങ്ങൾ. അതൊക്കെയാണ് ഒന്ന്, ടെലിഫോൺ, ദൂരദർശൻ പ്രക്ഷേപണം, പൊതുകടം, ഓഹരി വിപണി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലോട്ടറി മുതലായവയിൽ നിന്നുള്ള വരുമാനമാണ് കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. രണ്ടാമത്തത്, സംസ്ഥാനങ്ങൾ നികുതി വരുമാന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക ഭൂമിയുടെ കൈമാറ്റ നികുതി, ഭൂനികുതി, വാഹന നികുതി, തൊഴിൽ കരം, കച്ചവട നികുതി, ആഡംബര വസ്തുക്കളുടെ മേലുള്ള നികുതി, കെട്ടിട നികുതി, ചരക്ക് ഇറക്കുമതി നികുതി, കൃഷിയിൽ നിന്നുള്ള വരുമാന നികുതി മുതലായവയാണ് സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനം എന്ന് പറയുന്നത്. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? നികുതികളാണ്. വ്യത്യസ്ത തരത്തിലുള്ള നികുതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ, അതല്ലെങ്കിൽ ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് നിശ്ചിതമായ ഭൂപ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ തൊഴിലുകളിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ സേവനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതിയാണ്. കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ നിന്നൊക്കെ ലഭിക്കുന്ന നികുതി. അതുപോലെ തന്നെ പിഴകൾ, പിന്നെന്താ പറയുക, മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്തുള്ള വായ്പകൾക്ക് കിട്ടുന്ന പലിശ, റിസർവ് ബാങ്കിൻ്റെ അറ്റാദായങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരുമാന മാർഗങ്ങളായിട്ട് കണക്കാക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാൻറ്റുകൾ. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് ധനസഹായത്തിന് പാർലമെൻറ്റ് അനുമതി നൽകുന്നുണ്ട്. ഇന്ത്യയുടെ ആകെ വരുമാനത്തിൻ്റെ ഒരു പങ്കാണ് സംസ്ഥാനങ്ങൾക്ക് സഹായമായി നൽകുന്നത്. ഇന്നത്തെ കാലത്ത് രണ്ട് തരം ഗ്രാൻറ്റുകൾ കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒന്ന്, ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ നിന്നുള്ള ഗ്രാൻറ്റ്, അനുച്ഛേദം 275 പ്രകാരം. എന്നാണ് ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ നിന്നുള്ള ഒരു പങ്ക്.
രണ്ടാമത്തത് ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം കേന്ദ്രം സംസ്ഥാനങ്ങൾക്കായി നീക്കി വെച്ചിരിക്കുന്ന ഗ്രാൻഡ് അനുച്ഛേദം 282. അപ്പോൾ ഒന്ന് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തിൽ നിന്നുള്ളൊരു വിഹിതം, മറ്റൊന്ന് കേന്ദ്രത്തിന് ലഭിച്ചുള്ള നികുതി വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം എന്ത് ചെയ്യുന്നുണ്ട്, സംസ്ഥാനങ്ങൾക്കായി നീക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ധനവിനിയോഗത്തിന് ഭരണഘടന നൽകുന്ന മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ്, കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ പുരോഗമനം ലക്ഷ്യം വെച്ച് നൽകുന്ന ഗ്രാൻഡ്. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ പുരോഗമനം ലക്ഷ്യം വെച്ച് നൽകുന്ന ഗ്രാൻഡ്. രണ്ടാമത് പൊതു താൽപ്പര്യാർത്ഥം അന്തർ സംസ്ഥാന വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിൽ പാർലമെൻറ്റിന് ഇടപെടാം. പൊതു താൽപ്പര്യാർത്ഥം അന്തർ സംസ്ഥാന വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിൽ പാർലമെൻറ്റിന് ഇടപെടാൻ അവസരമുണ്ട്. മൂന്നാമത്തത് സംസ്ഥാനങ്ങൾക്കുള്ള ധനവിനിമയ പ്രവർത്തനങ്ങളും ധനവിനിയോഗവും സംബന്ധിച്ച അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ടതും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആവശ്യപ്പെടുന്നതിന് പ്രകാരം പ്രസിഡന്റ് അനുമതിയോടെ സമർപ്പിക്കേണ്ടതുമാണ്. ഇതാണ് സംസ്ഥാനങ്ങൾക്കുള്ള ധനവിനിമയ പ്രവർത്തനങ്ങളും വിനിയോഗവും സംബന്ധിച്ച അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ടതും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആവശ്യപ്പെടുന്നതിന് പ്രകാരം പ്രസിഡന്റിൻ്റെ അനുമതിയോടുകൂടി സമർപ്പിക്കേണ്ടതുമാണ്. ഇതാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട കമ്മീഷനുകളെ കുറിച്ചാണ്. കുറച്ച് വലിയ വിശാലമായ ചാപ്റ്ററാണ്. അപ്പോൾ 1-2 ക്ലാസ് കൂടെ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ ആർട്ടിക്കിളുകളായിട്ട്, പ്രത്യേകിച്ച് 252 മുതൽ അങ്ങോട്ട് ഉള്ള 265 വരെയുള്ള ആർട്ടിക്കിളുകളിൽ വളരെ വ്യക്തമായിട്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്ന 3 ലിസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെൻറ് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ളതാണ് യൂണിയൻ ലിസ്റ്റ്. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്താനുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ്. 2 കൂട്ടർക്കും ഒരുമിച്ച് നിയമനിർമ്മാണം നടത്താനുള്ളതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. എന്തെങ്കിലും വന്നാലും എന്താണ്, ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അഭിപ്രായ വ്യത്യാസത്തിലെ അവസാന വാക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാൻ വേണ്ടിയിട്ട് ഗവർണർമാരെ നിയമിക്കുന്നു. അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സംസ്ഥാനങ്ങൾ നിയമിച്ചുകൊണ്ടൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൽ ഇടപെടാം. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭരണം സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിയമറ്റും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാൻ അധികാരമുണ്ട്. അതിന് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു. 256, 257, 365 ആർട്ടിക്കിൾ പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് എപ്പോൾ വേണമെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇടപെടാം. ഇനി അവരുടെ ധനസഹായം നൽകുന്ന മേഖലയിൽ തന്നെ എന്താണ്, കേന്ദ്ര ഗവൺമെൻറ് അവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുള്ളത്. ആ ഒരു മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപതി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതിക്ക് ശുപാർശ കൊടുക്കുകയാണ്. എന്തൊക്കെയാണ്, കേന്ദ്ര സംസ്ഥാന തർക്കത്തിലുള്ള നികുതി വരുമാനത്തെ കണക്കാക്കി സമർപ്പിക്കുന്നു. ഇന്ത്യയിലെ ആകെ വരുമാനത്തിന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടത് എത്രയാണെന്ന് തീരുമാനിക്കുന്നു. രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തിനും വളർച്ചയ്ക്കും ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ധനകാര്യ കമ്മീഷനും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ.